ഞാൻ ഡിഗ്രിക്ക് BBA ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ നോൺ ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് പിന്നെ സയൻസിക്ക് വരാനുള്ള റീസൺ എന്തുകൊണ്ടാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കറക്കി കുത്തി എന്നൊക്കെ പറയില്ലേ, കറക്കി കുത്തി ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ അത് ആ സമയത്ത് ശരിയായിട്ടും ഉണ്ടാവും. അത് പിറ്റേ ദിവസം എന്തായാലും വന്നിട്ട് ഹലോ എവരി വൺ, എൻ്റെ പേര് സൽമാൻ ഫാരിസ്. ഞാൻ കാർഡിയ ഹെൽത്ത് കെയർ സൊല്യൂഷൻ പെരിന്തൽമണ്ണ ബ്രാഞ്ച് ഹെഡ് കം ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ലൈഫിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ജോബ് കിട്ടുമ്പോഴാണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് പല കുട്ടികളും കൺഫ്യൂഷനിലായിട്ട് നിൽക്കുന്നതും ഈ ഒരു കേസിലാണ്. സോ ഹിയർ ബിക്കം ദ ഇമ്പോർട്ടൻസ് ഓഫ് മെഡിക്കൽ കോഡിങ്. ഈ ഒരു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 3 മാസത്തെ കോഴ്സ് കൊണ്ട് CPC എക്സാം എഴുതിയിട്ട് MNCകളിൽ ജോലി കിട്ടിയിട്ടുള്ള 2 കുട്ടികളായിട്ടാണ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യാൻ പോകുന്നത്. റീസെൻ്റ്ലി ഡ്രൈവ് കണ്ടക്ട് ചെയ്തിട്ടുള്ള NYX ചെന്നൈയിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് കോഡേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന, ജൂലൈ 1 ജോയിൻ ചെയ്യാൻ പോകുന്ന ഫായിസ് ആൻഡ് ഷൈല, ഇവരോടാണ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ജൂൺ 2nd വീക്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇപ്പോൾ ജൂലൈ 1 അവർക്ക് ജോയിനിങ് ഡേറ്റ് വന്നിട്ടുള്ളത്. ഫായിസ്, എങ്ങനെയാണ് മെഡിക്കൽ കോഡിംഗ് കോഴ്സിനെ കുറിച്ച് അറിഞ്ഞതും കാർഡിയ പെരിന്തൽമണ്ണയിലേക്ക് എത്തിപ്പെട്ടതും അതിനെക്കുറിച്ചൊന്ന് പറയാം. ഞാൻ എൻ്റെ കോളേജിൽ സീനിയർ ആയിട്ടുള്ള സഫോൻ പറഞ്ഞിട്ടാണ് മെഡിക്കൽ കോഡിനെ പറ്റി അറിയുന്നതും. ഓക്കെ, പിന്നീട് 7 ദിവസത്തെ ഡെമോ ക്ലാസ് ഉണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതാണ്. ഓക്കെ, ആ ഡെമോ ക്ലാസ്സിന്റെ സമയത്ത് ഇപ്പോൾ BA ഇംഗ്ലീഷ് കഴിഞ്ഞതാണ്. BA ഇംഗ്ലീഷ് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ കോഴ്സ് ചെയ്യാൻ പറ്റും. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരു ട്രാക്കിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ റീസെൻ്റ്ലി ജോയിൻ ചെയ്ത കുട്ടികളും അല്ലെങ്കിൽ മോക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ മോക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊരു 3 മന്ത് കോഴ്സ് ആയതുകൊണ്ട് ഇനീഷ്യലി തന്നെ നമ്മൾ ഈ കോഴ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് പറയും. അതായത് അനാട്ടമി ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഈ സീരീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതാണ്. നമ്മളത് പിന്നീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ സെറ്റുകൾ നമ്മൾ ഓൾറെഡി കാർഡിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രോപ്പർ ആയിട്ട് തന്നെ ചെയ്താൽ നമുക്കത് എക്സാമിനൊക്കെ അത് ചെയ്തിട്ട് ഇപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ചാപ്റ്റർ കഴിഞ്ഞെന്നുണ്ടെങ്കിൽ അത് അന്ന് തന്നെ വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് തന്നെ ചെയ്യാം. പിറ്റേ ദിവസം ഡൗട്ട് ഉണ്ടാവും, എന്തായാലും ഡൗട്ട് ഉണ്ടാവും. ആ ഡൗട്ടിൽ വന്നിട്ട് ക്ലിയർ ചെയ്യുക. ചിലത് നമ്മൾ കറക്കി കുത്തി എന്നൊക്കെ പറയില്ലേ, കറക്കി കുത്തി ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ അത് ആ സമയത്ത് ശരിയായിട്ടും ഉണ്ടാവും. അത് പിറ്റേ ദിവസം എന്തായാലും വന്നിട്ട് അതെ, അതായത് ഇപ്പോൾ നമ്മളൊരു സെറ്റ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി നോൺ ഹെൽത്ത് സയൻസ് കുട്ടികളാണെങ്കിൽ 1, 2 അല്ലെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യനൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ ചിലപ്പോൾ ഗസ് ചെയ്തിട്ടുള്ള ആൻസറൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കില്ല, ഗസ് ചെയ്ത് ക്വസ്റ്റ്യൻ പിക്ക് ചെയ്യുക. അപ്പോൾ അതൊക്കെ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ട് തന്നെ കൊണ്ടുപോവുക. പിന്നെ ഫായിസ് ഇപ്പോൾ CPC എക്സാം എഴുതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് മെയിനായിട്ട് എത്ര റൗണ്ട് ഉണ്ടായിരുന്നു, അവർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പറയും. മെയിനായിട്ട് 3 റൗണ്ട് ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് തന്നെ അവർ വിളിച്ചത് ഇപ്പോൾ റീസെൻ്റ്ലി സെലക്ട് ആയ NYXൽ ഫസ്റ്റ് അവർ വിളിച്ചത് HR റൗണ്ടാണ്. HR റൗണ്ടിൽ അവർ ഓരോ സ്റ്റുഡൻസിനെയും അല്ലെങ്കിൽ ഓരോ കാൻഡിഡേറ്റ്സിനെയും പേഴ്സണലായിട്ട് ഓരോ ക്യാബിൽ കൊണ്ടുപോയിട്ട് HR ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ചെയ്യാനുണ്ടായിരുന്നത്. ഫസ്റ്റ് സെൽഫ് ഇൻട്രോ ചോദിക്കും. പിന്നെ അതിനുശേഷം അവർ കമ്പനിനെ പറ്റിയിട്ട് പറയും, ഇങ്ങോട്ട് എത്ര സാലറി, എത്ര ബോണ്ട്, അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നീട് ഒരു എക്സാം ഉണ്ടായിരുന്നു. സിസ്റ്റത്തിൽ എക്സാം ടൈമൊക്കെ വെച്ചിട്ട് ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു? 75 ക്വസ്റ്റ്യൻസ് 1.5 hour ആയിരുന്നു. കംപ്ലീറ്റ് അനാട്ടമി ടെർമിനോളജി ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ CPT ICD ഉണ്ടായിരുന്നു. ഓക്കെ, എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ സെറ്റ്. ഓക്കെ, അതിൽ കട്ട് ഓഫ് എത്രയായിരുന്നു? കട്ട് ഓഫ് 50%. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അതും ക്ലിയർ ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് ആണ് ടെക്നിക്കൽ റൗണ്ട് ഉണ്ടായിരുന്നത്. അതിലെന്തൊക്കെയാണ് ചോദിച്ചത്? റൗണ്ടിൽ വന്നിട്ട് വീണ്ടും അവർ സെൽഫ് ഇൻട്രോ ചോദിച്ചിട്ട്, പിന്നെ ഞാൻ നോൺ ലൈഫ് സയൻസ് ആണല്ലോ, അപ്പോൾ അവർ ചോദിച്ചത് എന്തുകൊണ്ട് BA ഇംഗ്ലീഷ് എടുത്തിട്ട് മെഡിക്കൽ കോഡിംഗ് പറഞ്ഞ ചോദിച്ചത്. പിന്നെ അവര് മെഡിക്കൽ കോഡിങ്ങിൽ CPC ക്ലിയർ ചെയ്തല്ലോ, അപ്പോൾ CPC ക്ലിയർ ചെയ്തപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? CPC പ്രിപ്പറേഷൻ്റെ സമയത്ത് എന്തൊക്കെയാണ് മനസ്സിലായി? അതായത് സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിന് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് അനാട്ടമി സിസ്റ്റം അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. മോർ ദാൻ ദാറ്റ് ഒരു കാൻഡിഡേറ്റ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫായിസ്, നമ്മളുടെ കാർഡിയയിലുള്ള ഒരു 3 month എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കാർഡിയയിൽ ശരിക്കും ഒരു കോളേജിൽ പഠിക്കണ പോലെ തന്നെയായിരുന്നു. ഓൾറെഡി നമ്മൾ കോർപ്പറേറ്റ് വാക്കിലും പിന്നെ അതുപോലെ തന്നെ അതായത്
ഞാൻ പഠിച്ച കോളേജിൽ തന്നെ വീണ്ടും പോയിട്ട് കോർപ്പറേറ്റ് വർക്ക്, പിന്നെ ഡാൻസ്, ഇന്റർ കോളേജ് പ്രോഗ്രാമിലൊക്കെ നമ്മൾ പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് ടൂർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ ഞങ്ങൾ വന്ന സമയത്ത് പറഞ്ഞാൽ ഓരോ ഓണം സെലിബ്രേഷൻ, അതെ, എല്ലാ സെലിബ്രേഷനും അതൊക്കെ ഫസ്റ്റ് കണ്ടക്ട് ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പോൾ ടോട്ടലി ഹാപ്പിയാണ്. അപ്പോൾ ഇനി ജൂലൈ 1-ാം തീയതിയാണ് ജോയിനിങ് വരുന്നത്. ഓക്കെ, നമുക്ക് ഒരാളും കൂടി ഇന്ററാക്ട് ചെയ്യാണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഇന്ററാക്ടിങ് വിത്ത് us. ഓക്കെ, അപ്പോൾ NYXൽ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫായിസ് ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ ഷെഹല എങ്ങനെയാണ് മെഡിക്കൽ കോഡിംഗ് കോഴ്സിനെ കുറിച്ച് അറിഞ്ഞത്? ഫ്രണ്ട്സ് ത്രൂ തന്നെയാണോ? ഞങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള 3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിട്ട് ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇൻസ്റ്റാ റീൽ കണ്ടിട്ടാണ്. ഓക്കെ 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 ഓക്കെ. ഞങ്ങൾ 3 പേര് ഒരുമിച്ച് അങ്ങനെ ജോയിൻ ചെയ്യാൻ ചെയ്തു. അതിലിപ്പോൾ ഒരാൾ മെഡിക്കോഡ് കോയമ്പത്തൂരാണ്, ചെന്നൈയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഫായിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 റൗണ്ട് ആയിട്ടാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തത്. അപ്പോൾ സെയിം ഫസ്റ്റും സെക്കൻഡ് റൗണ്ട് സെയിം തന്നെ അല്ലായിരുന്നു? തേർഡ് റൗണ്ടിൽ എന്തൊക്കെയാണ് ചോദിച്ചത്? ടെക്നിക്കൽ റൗണ്ടിൽ സിസ്റ്റം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏത് സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത്? കാർഡിയോവാസ്കുലർ സിസ്റ്റം ആണ് ചോദിച്ചത്. ഓക്കെ, കംപ്ലീറ്റ് നമ്മൾ സിസ്റ്റം പറയുന്നത് വരെ പിന്നെ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് പറയുമ്പോൾ ഓക്കെ, എല്ലാ സിസ്റ്റം പഠിക്കുമ്പോഴും നമ്മൾ സ്റ്റുഡൻസിനോട് പറയാണ്ടത് റിലേറ്റഡ് ആയിട്ടുള്ള പാത്തോളജീസും ആ ഡിസീസ് പഠിച്ചു വെക്കണം എന്നുള്ളത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ടെർമിനോളജി ചോദിച്ചിട്ടുണ്ട്. ടങ്ങിന്റെ, സ്കള്ളിന്റെ, അതുപോലെ തന്നെ സ്റ്റൊമക്ക്, അങ്ങനെ കുറെ. ഓക്കെ, നമ്മൾ ഓൾറെഡി ടെർമിനോളജിക്കും ചാർട്ടും PDF ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഓൾറെഡി CPCക്ക് 3 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്റർവ്യൂവിനും ടെർമിനോളജി ചോദിക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഡിഗ്രിക്ക് BBA ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ നോൺ ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് പിന്നെ സയൻസ്ക്ക് വരാനുള്ള റീസൺ എന്തുകൊണ്ടാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മൾ CPC പ്രിപ്പയർ ചെയ്യുമ്പോൾ മോക്ക് ആദ്യമൊക്കെ തന്നെ ഫസ്റ്റ് മോക്ക് ചെയ്തപ്പോൾ ഈ ഒരു 4 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, പറ്റിയിട്ടില്ല. ഫസ്റ്റ് നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ് ആക്കുക എന്നുള്ള ഒരു ഇതിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ലാസ്റ്റ് ആ ടൈമൊക്കെ എത്തിയപ്പോഴാണ് നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് കൊടുത്തത്. ഫസ്റ്റ് മാക്സിമം മിസ്റ്റേക്സ് വരാതെ ചെയ്യാന്നുള്ള ഒരു. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് എക്സ്പോസ് ചെയ്യുക. ഇപ്പോൾ ഒരു ഫസ്റ്റ് 4-5 മോക്കൊക്കെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാതെ പിന്നെ എക്സാം ഡേറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു 15 ദിവസമൊക്കെ മുമ്പ് ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ തന്നെ മതി. കാരണം 4 മണിക്കൂറിൻ്റെ എക്സാമാണ്. എത്ര മണിക്കൂറിൻ്റെ എക്സാം കംപ്ലീറ്റ് ചെയ്തത്? ഓക്കെ, വിത്തിൻ 3 hours തന്നെ ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ മോക്കും പ്രോപ്പറായിട്ട് ചെയ്യുക, അതുപോലെ തന്നെ സീരിയസ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈം ഡ്യൂറേഷൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമും കൂടിയാണ്. ഓക്കെ, അപ്പോൾ പല കുട്ടികളും ഇപ്പോൾ BBA ഒക്കെ ഉള്ള കുട്ടികൾ ഈ കോഡിങ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻട്രാക്റ്റീവ് വീഡിയോ ചെയ്യുന്നത്. ഇനീഷ്യലി ആ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു, കാരണം +1 +2 ഏതായിരുന്നു? സയൻസ് ആയിരുന്നു. അപ്പോൾ ഒന്നും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഇപ്പോൾ കോഡ് പിക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഇപ്പോൾ മോക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു സ്ട്രഗിൾ എന്ന് പറയാം. പിന്നീട് പല കുട്ടികളും എന്ത് ചെയ്യും, ചിലപ്പോൾ ഡെമോ ക്ലാസ്സിന് തന്നെ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളതിൽ കൺഫ്യൂഷൻ ആവും. ഫസ്റ്റ് ഡെമോ ക്ലാസ് നമുക്ക് സ്റ്റാർട്ടിങ് അനാട്ടമി ആയിരുന്നല്ലോ. അപ്പൊ ഞാൻ +1 +2 സയൻസ് ആയതുകൊണ്ട് എനിക്ക് വലിയ ഡിഫിക്കൽട്ടി ഉണ്ടായിട്ട് പിന്നെ അതിനായിട്ടൊരു ടൈം കണ്ടെത്തേണ്ട ആവശ്യമില്ല, കാരണം സെയിം സിലബസ് തന്നെയാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ICD വന്നപ്പോൾ ചെറുതായിട്ടൊരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. പിന്നെ എന്നാലും എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ, ടീച്ചേഴ്സ് ആയാലും എല്ലാവരും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ICD വലിയ ഡിഫിക്കൽട്ടി ഉണ്ടായില്ല. പിന്നെ എനിക്ക് CPT അത്യാവശ്യം നല്ല ടഫ് ആയിരുന്നു. പിന്നെ ഇങ്ങനെ മീൻസ് മോക്ക് ഞങ്ങളൊരു ഗ്രൂപ്പ് ആയിട്ട് മീൻസ് ഇവരൊക്കെ പറഞ്ഞുതരും ഇന്നതാണെന്നുള്ളത്. മീൻസ് അനാട്ടമിയിൽ എനിക്ക് പെട്ടെന്ന് എല്ലാം ക്യാച്ച് ചെയ്ത് പറയാൻ ഒക്കെ മീൻസ് അതിൽ അത്യാവശ്യം പെട്ടെന്ന് സ്പീഡിൽ പറ്റിയിരുന്നു. പക്ഷേ CPT വന്ന കേസിൽ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരുന്നു. നമുക്ക് തന്നെ ഓൾറെഡി അറിയാം 100 ക്വസ്റ്റ്യനിൽ 70 ക്വസ്റ്റ്യൻസ് CPT ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന റേഡിയോളജി, പാത്തോളജി, മെഡിസിൻ ഇതിനൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നോൺ ഹെൽത്ത് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആകുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലുള്ള ആ ഒരു കാര്യങ്ങൾ റേഡിയോളജി ആവട്ടെ, അനസ്തീഷ്യ ആവട്ടെ, അതൊന്ന് എക്സ്പോസ് ചെയ്ത് വന്ന് ആ ഒരു പേഷ്യന്റിന്റെ ഡാറ്റ വായിച്ചിട്ട് ഇനീഷ്യൽ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പക്ഷേ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയതുകൊണ്ട് ഒന്നും കൂടി ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. ഇനി ത്രൂ ഔട്ട് കാർഡിയയിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് പറയുക. പെരിന്തൽമണ്ണയിൽ കാർഡിയയില് അത്യാവശ്യം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. മീൻസ് ഞങ്ങളെ ഒരു ബാച്ച് തന്നെ മീൻസ് ഞങ്ങൾ അത്രയും ക്ലോസ് ആയിരുന്നു. അതെ, നിങ്ങൾ പെരിന്തൽമണ്ണ കുറെ സ്ഥലങ്ങളൊക്കെ പോയിട്ട്. ഓക്കെ. പിന്നെ നമ്മൾ ഓണം സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ അങ്ങനെ കിട്ടി. പിന്നെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അതൊന്നും പോകാൻ പറ്റില്ല. ഓക്കെ. എന്തായാലും അപ്പോൾ ഇനി NYXൽ ED ഡിപ്പാർട്ട്മെന്റിലാണ് പ്ലേസ്ഡ് ആയിട്ടുള്ളത്. എന്തായാലും ഒരു നല്ല ഭാവിനെ വിഷ് ചെയ്യുന്നു. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ ഇന്ററാക്ടിങ് വിത്ത് us. ഓക്കെ.